അർദ്ധരാത്രി സമയം. ഗ്ലാസ് ജനലിലൂടെ തണുത്ത കാറ്റ് കിടപ്പുമുറിയിലേക്ക് വീശിയടിക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് മഴത്തുള്ളികൾ ഇറ്റുവീഴുന്നുമുണ്ട്. ആ മങ്ങിയ വെളിച്ചത്തിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന മാനസ തൻ്റെ തളർന്ന ശരീരം പുതപ്പുകൊണ്ട് മൂടി ഭർത്താവ് കാർത്തിക്കിൻ്റെ നേരെ നോക്കി. അവൻ അർദ്ധബോധത്തോടെ കണ്ണുകൾ പകുതി മാത്രം തുറന്ന് ഷർട്ട് ധരിച്ചുകൊണ്ട് അവളുടെ അരികിൽ തന്നെ മറുപുറം തിരിഞ്ഞു കിടന്നു. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവൾ അവൻ്റെ പേര് വിളിച്ചത്. അവന് കേൾക്കാൻ പാകത്തിൽ പതുക്കെ എന്നാൽ വ്യക്തമായി അവൾ വിളിച്ചു, കാർത്തിക്. അവൻ കണ്ണു തുറന്ന് തൻ്റെ നേരെ നോക്കുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ അവൻ നോക്കിയില്ല. അതിനു പകരം ഒരു മൂണൽ മാത്രമായിരുന്നു അവൻ്റെ മറുപടി. എനിക്ക് നിന്നോട് സംസാരിക്കണം, അവൾ മടിയോടെ പിറുപിറുത്തു. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. അവളുടെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവൻ പറഞ്ഞു. നീ വീണ്ടും ബിസിയാകും കാർത്തിക്, സോ പ്ലീസ് ഇപ്പോഴെങ്കിലും. അവൾ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അവൻ തടസ്സപ്പെടുത്തി. മാനസ പ്ലീസ്, എന്നെ ശല്യപ്പെടുത്തരുത്. ഉറക്കം തൂങ്ങുന്ന ശബ്ദത്തിൽ അല്പം ദേഷ്യത്തോടെ അവനത് പറഞ്ഞപ്പോൾ മാനസ സങ്കടത്തോടെ വായ മൂടി പിടിച്ചു. അവൾ അവനിൽ നിന്ന് മാറി മലർന്നു കിടന്ന് നിസ്സഹായതയോടെ മുകളിലെ മേൽക്കൂരയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ വലത് കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ഇറ്റ് വീണു. ശബ്ദം പുറത്തു വരാതിരിക്കാൻ തൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അവൾ ഉമിനീരിറക്കി. എങ്ങനെയെങ്കിലും നേരം വെളുക്കുന്നതുവരെ കാത്തിരിക്കണമെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി. ഉറങ്ങാനായി കണ്ണുകൾ ഇറക്കി അടച്ചു. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അവൾ ഉണർന്നു. കണ്ണുകൾ തുറന്നു നോക്കി. എന്നാൽ അവൻ അരികിലില്ലാത്തത് കണ്ട് ഈ ദിവസവും താൻ ഒറ്റക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പോയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ മുഖം സങ്കടം കൊണ്ട് നിറഞ്ഞു. ബെഡ്ഷീറ്റ് കട്ടിക്ക് പുതച്ച് പിടിച്ച് അവൾ എഴുന്നേറ്റ് നേരെ ഇരുന്ന് ഫോൺ എടുത്തു. അവൾ അവനെ ഫോൺ വിളിച്ചു. അതേ റിങ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഫോൺ എടുത്തില്ല. അവൾ സങ്കടത്തോടെ നെടുവീർപ്പിട്ടു. ഫോൺ വശത്തേക്ക് മാറ്റിവെച്ച് ബെഡ് സൈഡ് ടേബിളിരുന്ന് അവരുടെ കല്യാണ ഫോട്ടോ ഫ്രെയിമിലേക്ക് നോക്കി. എന്നിട്ട് അതെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണ് നിറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീർ ആ ഫോട്ടോയിൽ വീണു. എനിക്കിപ്പോൾ ഒരുപാട് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ട്. എൻ്റെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിട്ടും കൂടി കാർത്തിക് എനിക്കായി സമയം മാറ്റിവെക്കുന്നില്ല. എപ്പോഴും ബിസി ബിസി എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്നോട് സംസാരിക്കാൻ സമയമില്ല. പക്ഷേ കുടുംബത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ വേണം. എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, ഒരു യന്ത്രം പോലെയാണ്. എന്തിനാ എന്നോടിത് ആരും മുൻകൂട്ടി പറയാതിരുന്നത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കില്ലെന്നും അവരെ ഒരു യന്ത്രമായിട്ടേ കാണൂ എന്നും എന്തിനാ എന്നോട് ആരും പറയാതിരുന്നത്? അവരുടെ അത്ര സാമ്പത്തികമില്ലാത്തൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ. അവരുടെ ധനവാനായ മോന് വേണ്ടി അവരുടെ അമ്മ എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. ഇങ്ങനെ അവൾ അവളെ തന്നെ സങ്കടപ്പെടുത്തുകയാണ്. സങ്കടത്തോടെ നിശ്ചയിച്ച് അവൾ കുളിക്കാൻ പോയി. മാനസ റെഡിയായി വന്നയുടനെ വീട് മുഴുവൻ വൃത്തിയാക്കി. പിന്നീട് താഴെ കിച്ചണിൽ കയറി ഒരു വശത്ത് പാചകം ചെയ്യാനും മറുവശത്ത് കുപ്പികൾ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കാനും തുടങ്ങി. ആ വീട്ടിൽ ആകെ 3 പേർ മാത്രമാണ് താമസം. കാർത്തിക്, മാനസ, പിന്നെ കാർത്തിക്കിൻ്റെ അമ്മ കാന്തമ്മ. മാനസ മാത്രമാണ് വീട്ടിലെ പണികളെല്ലാം ചെയ്തിരുന്നത്. മുമ്പ് അവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. എന്നാൽ ചെറിയ വഴക്കിന് ശേഷം കാന്തമ്മ അവരെ പണിയിൽ നിന്നും പിരിച്ചുവിട്ടു. മാനസ തൻ്റെ പണികൾ മുഴുകിയിരിക്കുമ്പോൾ കാന്തമ്മ അടുക്കളയിലേക്ക് വന്ന് തൊണ്ടയിൽ നനക്കി. മാനസ തൻ്റെ നേരെ നോക്കുന്ന രീതിയിൽ. പറയാം അമ്മേ, കാന്തമ്മ മുഖം ചൊടിച്ചുകൊണ്ട് ചോദിച്ചു. പാചകമൊക്കെ കഴിഞ്ഞു, മാനസ തലയാട്ടി. അപ്പോൾ തുണി കഴുകുന്ന കാര്യമോ? കാന്തമ്മ ഓരോരുത്തർ ചോദിച്ചു. മാനസ ഒന്ന് മടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഇതുവരെ ഇല്ല. കാന്തമ്മ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ പോയും ഒരു കൊച്ചുകുട്ടിയാണെന്നാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഏത് ജോലി ഏത് സമയത്ത് തീർക്കണമെന്ന് പോലും അറിയില്ലേ? അമ്മേ, ഞാൻ കാന്തമ്മൾ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ ദേഷ്യപ്പെട്ടു. അവർ എപ്പോഴും താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് മാത്രമാണ് മുൻഗണന കൊടുക്കാറുള്ളത്. മതി, നിർത്ത്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസമായി. ഇതുവരെ ഒരു വിശേഷവുമില്ല. ഇത്രയും നാളായിട്ടും നീ എന്താ ഗർഭിണിയാവാത്തത്? അവർ ഗർഭധാരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മാനസയുടെ തൊണ്ടയിടറി. വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. കാരണം വാക്കു കേൾക്കുമ്പോഴെല്ലാം അവളുടെ നാവിറങ്ങിപ്പോകുമായിരുന്നു. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങളെപ്പോഴാണ് അമ്മൂമ്മയാകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത്രയും ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മാനസയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഭാരമേറിയ ഹൃദയത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അടുക്കളയിലെ കൗണ്ടറിൽ പിടിച്ച് അവിടെ തന്നെ നിന്നു. തൻ്റെ വിഷമം പങ്കുവെക്കാൻ ഭർത്താവ് പോലും കൂടെയില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് സങ്കടം ഇരട്ടിച്ചു. യഥാർത്ഥത്തിൽ കാർത്തികിൻ്റെ അച്ഛൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാർത്തികിന് വീടിൻ്റെയും ഓഫീസിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ആ നിമിഷം മുതൽ അവൻ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് പൂർണ്ണമായും ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നഷ്ടത്തിലായിരുന്ന അച്ഛൻ്റെ കമ്പനിയെ രാജ്യത്തെ മുൻനിര കമ്പനികളിലൊന്നാക്കി മാറ്റാനും ഒരു ശതകോടീശ്വരനായി വളരാനും
അവൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുവെന്നും എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തുവെന്നും അവന് മാത്രമേ അറിയൂ. എങ്കിലും ഇപ്പോഴും അവനൊരല്പം പോലും വിശ്രമമില്ലാതെ തൻ്റെ അച്ഛൻ്റെ കമ്പനിയെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛനോടുള്ള അത്ര തന്നെ സ്നേഹവും ബഹുമാനവും അവൻ അമ്മയോടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താനൊരു വലിയ കോടീശ്വരനായിരുന്നിട്ടും ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിലെ പെൺകുട്ടിയായ മാനസയെ അമ്മ ആലോചിച്ചുറപ്പിച്ച വിവാഹത്തിന് അവൻ സമ്മതിച്ചത്. സമയം അർദ്ധരാത്രിയും കഴിഞ്ഞിരുന്നു. കാർത്തിക് ജോലി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഫ്രഷായ ശേഷം ഡൈനിങ് ഏരിയയിലിരുന്ന് അത്താഴം കഴിക്കുകയായിരുന്നു. അവൻ്റെ അമ്മ പതിയെ പോലെ അരികിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മാനസ് മാത്രം അടുക്കളയിൽ തനിയെ പണിത്തിരക്കിലായിരുന്നു. നോക്ക് കാർത്തിക്, നിനക്കിപ്പോൾ 29 വയസ്സായി. നീയൊന്നും ചെറിയ കുട്ടിയല്ല. ഇനി എന്നാപ്പാ നിങ്ങളിരുവരും കൂടി എനിക്കൊരു പേരക്കുട്ടിയെ തരിക? കാർത്തിക് ഒരു നിമിഷം കണ്ണുകളടച്ചു. ഉള്ളിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ അമ്മയെ നോക്കിയവൻ പറഞ്ഞു, അമ്മ എനിക്കറിയാഞ്ഞിട്ടല്ലെന്നോ, കുറച്ചുകൂടി ക്ഷമിക്ക്. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് വയ്യ. നിങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല. ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? കാർത്തിക് ദീർഘശ്വാസം വിട്ടുകൊണ്ട്, പ്ലീസ് അമ്മേ, ഇതൊന്ന് നിർത്താമോ? എനിക്കിത് വീണ്ടും ആദ്യം മുതൽ കേൾക്കാനുള്ള ക്ഷമയില്ല. ഓഫീസിലെ ജോലി കാരണം ഞാനിപ്പോൾ നല്ല ഫ്രസ്ട്രേഷനിലാണ് വന്നിരിക്കുന്നത്. എന്നോട് കുറച്ച് നേരത്തേക്ക് ഒന്നും ചോദിക്കാതെ എനിക്കൊന്ന് ശാന്തനാകാൻ കുറച്ച് സമയം തരും. അതും പറഞ്ഞ് കാർത്തിക് ഡിന്നർ വേഗത്തിൽ കഴിച്ചു തീർത്ത് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. കാന്തമ്മയും ദേഷ്യത്തോടെ ദീർഘശ്വാസം ഇട്ടുകൊണ്ട് പിന്നാലെ പോയി. ആകാശം മുഴുവൻ മേഘവൃത്യമായിരുന്നു. മഴത്തുള്ളികൾ ജനൽ ചില്ലുകളിലൂടെ പതിയെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അത്രയും തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും കാർത്തികിന് ഉള്ളിൽ ദേഷ്യം തിളച്ചു മറിയുകയായിരുന്നു. അവൻ മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയാണ്. കൂടെ കൂടെ അമ്മ തന്നെ മാനസികമായി എത്രമാത്രം സമ്മർദ്ദത്തിലാക്കുന്നു എന്നവൻ ഓർത്തുപോയി. മറുവശത്ത് തൻ്റെ പുതിയ പ്രൊജക്റ്റ് കഴിവിട്ടുപോയി എന്ന ഫോൺ കോൾ വന്നതും അത് ബിസിനസ്സിന് വലിയ തിരിച്ചടിയായ ദേഷ്യത്തിൽ അവൻ ഫോൺ കട്ട് ചെയ്ത് ദൂരേക്കെറിഞ്ഞു. കല്ലുറുമി നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. അയാൾ വാതിലിലേക്ക് നോക്കിയപ്പോൾ മാനസ് മുറിയിലേക്ക് വരുന്നത് കണ്ടു. തൻ്റെ ദേഷ്യം അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ നിരാശയോടെ നെടുവീർപ്പിട്ട് കണ്ണുകൾ തിരിച്ചു. മാനസ് കട്ടിൽ കയറിയിരുന്ന് അവനെ വിളിച്ചു. കാർത്തിക്, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാമോ? അവൾ പതിയെ ചോദിച്ചു. തീരുന്നതിന് മുമ്പ് തന്നെ കാർത്തിക് തൻ്റെ സഹിഷ്ണുത പൂർണ്ണമായും നഷ്ടപ്പെട്ട് അവളുടെ വാക്കുകളിൽ പാതിയിൽ വഴി തടഞ്ഞു. മാനസ പ്ലീസ്, ഇപ്പോൾ എൻ്റെ തല തിന്നരുത്. മറുത്തൊന്നും പറയാതെ മിണ്ടാതിരുന്നു. പക്ഷേ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൾ തിരിഞ്ഞ് ബെഡിലേക്ക് കിടന്നു. അവൻ അവളുടെ പുറംഭാഗത്തേക്ക് നോക്കിയിട്ട് അവൾ ഉറങ്ങിയെന്ന് കരുതി ദീർഘശ്വാസം വിട്ടു. തൻ്റെ മനസ്സിൽ അവൻ ഇങ്ങനെ വിചാരിച്ചു, എനിക്ക് ഓൾറെഡി വർക്ക് കാരണം നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. പോരെങ്കിൽ അമ്മയും എന്നെ നല്ലോണം പ്രഷർ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇനി മാനസയും കൂടി എന്നോട് സംസാരിക്കാൻ വന്നാൽ എനിക്ക് എൻ്റെ ദേഷ്യം മുഴുവൻ അവളുടെ മേത്ത് തീർക്കേണ്ടി വരും. ഡാമിറ്റ്, എനിക്ക് എവിടെയും ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. കാർത്തിക് നിരാശയോടെ ലാപ്ടോപ്പ് ബെഡ് സൈഡിൽ ടേബിളിൽ വെച്ച് മലർന്നു കിടന്നു. ഏകാഗ്രതയോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ അവന് പാടുപെടേണ്ടി വന്നു. 2 മണിക്കൂറിന് ശേഷം മാനസ ഞെട്ടിവിറച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഒരു ഭയങ്കരമായ പേടി സ്വപ്നം കണ്ടുകൊണ്ട്. പുറത്ത് നല്ല കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. താൻ കാർത്തിക്കിൻ്റെ അരികിൽ തന്നെയുണ്ടെന്ന് കണ്ടപ്പോൾ അവൾക്കൊന്ന് ആശ്വാസമായി. അവനോട് ചേർന്ന് കിടക്കണമെന്ന് അവൾക്ക് തോന്നി. ആ പേടി സ്വപ്നം കാരണം അവളുടെ നെഞ്ചിപ്പോയും പരിഭ്രമിച്ച് നെഞ്ചിടപ്പോടെ ഇരിക്കുമ്പോഴാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാർത്തിക് തന്നോട് എത്ര ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചതെന്ന് അവൾ ഓർത്തത്. അതാലോചിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൾ നേരെ എഴുന്നേറ്റിരുന്ന് കാൽമുട്ടുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വയം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ സ്വയം പുറപ്പെടുത്തു. എനിക്ക് പേടി സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ആരെയും ആശ്രയിക്കാൻ പറ്റുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞ സന്തോഷത്തിലും സങ്കടത്തിലും കാർത്തിക് എല്ലാം അവൻ എൻ്റെ കൈപ്പിടിച്ച് എപ്പോഴും കൂടെയുണ്ടാകും എന്നൊക്കെയാണ് അമ്മ പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ തീർത്തും വ്യത്യസ്തനായ ഒരാളാണ് അവൻ. മറുവശത്ത് അവൻ്റെ അമ്മയാണെങ്കിൽ നീ എന്താ ഇനിയും പ്രഗ്നൻ്റ് ആവാത്തതെന്ന് ചോദിച്ച് എല്ലാ ദിവസവും എന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ്. എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ നരകതുല്യമായാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ സങ്കടം ഞാൻ ആരോടാണ് പറയുക? ഇവിടെയാണെങ്കിൽ കാർത്തിക് എന്നെ ഒട്ടും ശ്രദ്ധിക്കുന്നു പോലുമില്ല. അയാൾക്ക് എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് വലുത്. അയാളുടെ ജോലിയും ബിസിനസ്സും. ഇപ്പോൾ കുടുംബത്തിലേക്ക് ഒരു അവകാശിയെ കൂടി വേണം. അതിനുവേണ്ടി മാത്രമാണ് അയാൾ എപ്പോഴും എന്നോട് അടുക്കാൻ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതെന്തൊരു ജീവിതമാണ്? ഇനി എന്തെങ്കിലും അയാൾ എന്നോട് സ്നേഹം കാണിക്കുമോ? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനൊപ്പം സമയം ചിലവഴിക്കണമെന്ന് ഞാനും ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതല്ലേ. എത്ര പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായിരുന്നു എനിക്ക്. മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അയാൾ എന്നോട് ഒരിക്കൽ പോലും നേരെ ചൊവ്വേ സംസാരിക്കില്ലെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേയില്ല. കുറഞ്ഞ പക്ഷം ഒരു തവണയെങ്കിലും എന്നെ അയാളുടെ കൂടെ ഒരിക്കൽ പോലും പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. എൻ്റെ മനസ്സിന് ആശ്വാസം തരുന്ന രീതിയിൽ ഒരു സ്നേഹവും എന്നോട് കാണിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ ഇത് മതി, നമ്മൾ തമ്മിൽ ഇനി ഒന്നും മാറാൻ പോകുന്നില്ലെന്നറിഞ്ഞിട്ടും ദിവസവും ഞാൻ ഇങ്ങനെ സ്വയം പറഞ്ഞ് കരയുന്നത് കൊണ്ട് എനിക്കെന്താണ് കിട്ടാൻ പോകുന്നത്?
ഇപ്പോഴത്തെ എൻ്റെ ഒരു ലക്ഷ്യം ഗർഭിണിയാവുക, കുട്ടികളെ പ്രസവിക്കുക എന്നത് മാത്രമാണ്. പറ്റുകയാണെങ്കിൽ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എന്തുകൊണ്ടാണ് പ്രസവിക്കാത്തത്? ഒരു പക്ഷേ എൻ്റെ ഭാഗത്ത് വല്ല കുഴപ്പം ഉണ്ടോ ആവോ? ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. എപ്പോഴും വീട്ടുജോലികളുടെ പേരിൽ കുറ്റങ്ങൾ കേൾക്കുന്നതിനേക്കാളും ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ 24 മണിക്കൂറും അമ്മയുടെ അടുത്ത് നിന്ന് ചീത്തവിളിയും അപമാനവും സഹിക്കുന്നതിനേക്കാളും ഭേദം എനിക്കെന്തുകൊണ്ടാണ് കുട്ടികളുണ്ടാക്കാത്തത് എന്ന് പോയി ചോദിച്ചറിയുന്നതാണ്. എനിക്കറിയില്ലെന്ന് അവൾ സ്വയം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ തൻ്റെ കൈവള്ളകളിൽ മുഖം പോഴ്ത്തി. പക്ഷേ കാർത്തിക് ശരിക്കും തിരിച്ചുപോയി. യഥാർത്ഥത്തിൽ കാർത്തിക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ഉണർന്നത്. ഉടനെ അവൻ കണ്ണുകൾ അടച്ചു. പക്ഷെ അവൻ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് താൻ ഒറ്റക്ക് അനുഭവിക്കുന്ന ഈ വേദനക്ക് ഒരാശ്വാസത്തിനായി അത് അവനുമായി പങ്കുവെക്കണമെന്നാണ്. മനസ്സിലാക്കിയപ്പോൾ അവൻ സ്തംഭനായിപ്പോയി. ഉടനെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും കരയാൻ അനുവദിക്കാതിരിക്കാനും അവൻ ആഗ്രഹിച്ചു. പക്ഷേ താൻ ഒരു സങ്കീർണമായ അവസ്ഥയിൽ അകപ്പെട്ടു പോയതിന് അവനവളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെ താൻ എത്ര മികച്ചൊരു ഭർത്താവായിട്ടാണ് അവളോടൊപ്പം ജീവിച്ചതെന്ന് ഓർത്തപ്പോൾ അവൻ്റെ കുറ്റബോധം ആളിക്കത്താൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു വശത്തെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും കാർത്തിക്കിൻ്റെ മനസ്സ് പൂർണ്ണമായും മാനസയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. അവളുടെ ഓരോ വാക്കും അവൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവളെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവനൊരു ബുദ്ധി തോന്നിയത്. ഉടനെ തന്നെ ഫോണെടുത്ത് വിളിക്കാനാഞ്ഞതാണ്. പക്ഷെ വേണ്ടെന്ന് വെച്ചു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കാത്തിരുന്നു. അത് കഴിഞ്ഞുടൻ അവൻ ഫോൺ ചെയ്തു. 2-3 റിങ്ങുകൾക്ക് ശേഷം മാനസ ഫോണെടുത്തു. ഹലോ. അവളുടെ ശബ്ദം കേട്ടതും അവൻ്റെ നാവിറങ്ങിപ്പോയി. ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഹലോ, അവൾ വീണ്ടും ചോദിച്ചപ്പോൾ ഹേയ്, ഞാൻ കാർത്തിക്കാണെന്ന് അവൻ പറഞ്ഞു. മറുവശത്ത് നിന്ന് യാതൊരു പ്രതികരണമുണ്ടായില്ല. അവളാകെ അത്ഭുതപ്പെട്ടു പോയി. ഒരു പക്ഷേ അവൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അവളെ ഫോണിൽ വിളിക്കാത്തത് കൊണ്ടാവാം. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. മടിച്ചു പറഞ്ഞു, അമ്മ പുറത്തു പോയിരിക്കുകയാണ്. അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കും. അവൻ സ്വന്തം അമ്മയെ വിളിച്ചതാണെന്നും തന്നെയല്ലെന്നും കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ട് കാർത്തിക് ഒരു വിചിത്ര ഭാവത്തോടെ മുഖം ചൊളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേയ്, ഞാൻ ഫോൺ ചെയ്ത് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ്, അമ്മയ്ക്ക് വേണ്ടിയല്ല. അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. എനിക്ക് വേണ്ടിയോ? അവളുടെ ആ ചോദ്യം അവനെ ചെറിയ രീതിയിൽ ഒന്ന് അമ്പരപ്പിച്ചു. അതെ, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? വെറുതെ ഒരു സംഭാഷണം തുടങ്ങാൻ വേണ്ടിയെന്നോണം അവൻ ചോദിച്ചു. ഞാനിവിടെ ജോലി ചെയ്യുകയാണ്. അവൻ നിശ്ചിട്ട് ചോദിച്ചു. എന്ത്? നീ എന്തിനാ ജോലി ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു മെയ്ഡ് ഉള്ളതല്ലേ? അത് അമ്മച്ചി ചില കാരണങ്ങൾ അവരെ ഒഴിവാക്കി. മാനസ, എങ്കിൽ നീ വേറെ ആളെ വെക്കണമായിരുന്നല്ലേ? അവൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവനൊരു ദീർഘനിശ്വാസത്തോടെ ആശങ്കയോടെ പറഞ്ഞു, ശരി, ഞാൻ ഇതിനെക്കുറിച്ച് അമ്മയോട് സംസാരിച്ചോളാം. ഞാൻ രാത്രി വീട്ടിലേക്ക് കുറച്ച് നേരത്തെ വരാം. നമുക്കൊരുമിച്ച് പുറത്തേക്ക് പോകാം. അവൾക്ക് കാര്യങ്ങൾ ഒന്നും മനസ്സിലാകാതെ കൺഫ്യൂഷനായി. എന്തിനാ? ഞാൻ നിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ സിറ്റിയിൽ പുതുതായി ഒരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു. ഇന്ന് രാത്രി നമുക്ക് അവിടെ പോയി ആഹാരം കഴിക്കാം. അവൾക്ക് വല്ലാത്തൊരു അത്ഭുതമായി. ആ ശരി, എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഫോണിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഫോൺ വെച്ചു. അവൻ ആശ്വാസത്തോടെ ദീർഘശ്വാസം എടുത്തു. ഒടുവിൽ എനിക്ക് മനസ്സിലായി, നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭർത്താവായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെ, നിന്റെ കാര്യങ്ങൾ ഞാൻ പരാജയപ്പെട്ടു പോയി. എപ്പോഴും ഓഫീസിലെ ജോലി തിരക്കുകൾ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ ജോലി തിരക്കുകൾ കുറച്ച് നിന്റെ സന്തോഷത്തിന് മാത്രമായിരിക്കും ഇനി പ്രാധാന്യം നൽകുക. സമയം രാത്രി 8 മണിയായി. വിശാലമായ റെസ്റ്റോറൻറ്റിലെ ഗ്ലാസ് വിൻഡോക്കരികിലുള്ള കാൻഡിൽ ലൈറ്റ് ഡിന്നർ ടേബിൾ അവർ രണ്ടുപേരും മുഖാമുഖം ഇരിക്കുകയാണ്. പുറത്ത് പെയ്യുന്ന ചാറ്റൽ മയിലേക്ക് നോക്കിയിരുന്ന അവളുടെ മുഖം ആ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. കാർത്തിക് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ നോട്ടം കണ്ട് അവൾ അവന് നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അതുവരെ അവൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായപ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു നാണം വന്നു. അപ്പോഴേക്കും വെയിറ്റർ അവർ ഓർഡർ ചെയ്ത ഭക്ഷണവുമായി വന്ന് അത് വിളമ്പാൻ തുടങ്ങി. വെയിറ്റർ പോയി കഴിഞ്ഞതും കാർത്തിക് സംസാരിച്ചു തുടങ്ങി. ഒരു ചെറു പുഞ്ചിരിയോട് അവൻ ചോദിച്ചു, മാനസ, നിനക്കൊരു കാര്യം അറിയാമോ? എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കായി ഭക്ഷണം പതുക്കെ അവളുടെ ചുണ്ടുകൾക്കടുത്തേക്ക് കൊണ്ടുവന്നു. അവളും എന്നും മൂളി. ഇവിടുത്തെ മഷ്റൂം മഞ്ചൂരിയൻ ഭയങ്കര ഫേമസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ആദ്യമായത് വായിൽ വെച്ചു കൊടുത്തു. അവൾ ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടെന്നറിയാതെ ശൂന്യമായ മനസ്സോടെ അവനെ തന്നെ നോക്കി നിന്നുപോയി. എങ്ങനെയുണ്ട് എന്നവൻ ചോദിച്ചപ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ കൊള്ളാം എന്ന് തലയാട്ടി സമ്മതിച്ചു. അവൻ മതിച്ചു നോക്കി തൃപ്തിയോടെ ഒന്ന് മൂളി. അതിനുശേഷം അവർ വേറെയും ചില വിഭവങ്ങൾ ഓർഡർ ചെയ്ത് നിന്ന് തുടർന്നു. അവനിൽ നിന്ന് കണ്ണെടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. മനസ്സിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് കാർത്തിക്കിനെ പറ്റിയത്? അവനിപ്പോൾ വളരെ വ്യത്യസ്തമായാണ് പെരുമാറുന്നത്. ഇത് ശരിക്കും ഞാൻ അവനിൽ നിന്ന് ആഗ്രഹിച്ചതാണ്. ചെറിയൊരു പുഞ്ചിരി. അവനോടൊപ്പം കുറച്ച് സമയം സന്തോഷത്തോടെ ചിലവഴിക്കുക. ഇതിനിടയിൽ മാനസ് ഇനി എന്താണ് ഓർഡർ ചെയ്യേണ്ടത്?
അവൻ്റെ ചോദ്യം കേട്ടതും അവൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി. അവൻ ഉടനെ തന്നെ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. പക്ഷെ അവൾ അത് വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ അവൻ അത് കൊടുത്തില്ല. പകരം ആ ഗ്ലാസ് അവളുടെ ചുണ്ടിനടുത്ത് വെച്ച് കുടിക്കാൻ ആംഗ്യം കാണിച്ചു. ഇനി എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ മെനു അവൾക്ക് നേരെ നീട്ടി. എന്നാൽ അവൾക്ക് വല്ലാത്തൊരു മടി തോന്നി. അത് തിരികെ അവന് നൽകി. മതി കാർത്തിക്, നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്കോ? എന്തിനാ ഇത്ര തുടക്കം? അവൾ അല്പം മടിയോടെ പറഞ്ഞു. തിടക്കമൊന്നുമില്ല, നമ്മൾ ഒന്നിച്ച് ഡിന്നർ കഴിക്കുന്നത് ആദ്യമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. പെട്ടെന്ന് അവൻ അവളെ തന്നോട് ചേർത്തിരുത്തി. അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്തിന് തൊട്ടടുപ്പിച്ചപ്പോൾ അവൾ കണ്ണുകൾ വലുതാക്കി നോക്കി. ഗൗരവമുള്ള ശബ്ദത്തിൽ അവൻ പറഞ്ഞു, എങ്കിൽ നീ ഇതിന് ശീലിക്കേണ്ടി വരും ശ്രീമതി. കാരണം നിന്റെ ശ്രീമൻ ആഗ്രഹിക്കുന്നതെല്ലാം ദിവസവും നിന്നോടൊപ്പം ഇത്തരം പ്രത്യേക ദിവസമായിരിക്കണമെന്നാണ്. സമ്മതമാണോ? അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ നാണത്തോടെ തലയാട്ടി. അവൻ കുസൃതിയോടെ ഒന്ന് ചിരിച്ച് പതിയെ പിന്നിലേക്ക് ചാരി മെനു നോക്കാൻ തുടങ്ങി. പിന്നീട് കാർത്തിക് അവളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും പിന്നെ ബിസിനസ് പാർട്ടികളിലൊക്കെ അവളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യാൻ തുടങ്ങി. അവൻ്റെ അമ്മ എവിടെയെങ്കിലും ജോലി പറഞ്ഞ് മാനസിക ബുദ്ധിമുട്ടിക്കാതെ ഒരു വേലക്കാരിയെ നിർത്തി. അവളുടെ ജോലികളെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. തൻ്റെ മരുമകൾക്ക് നേരിട്ട് ഉത്തരവുകളൊന്നും കൊടുക്കാതെയായിരുന്നു അമ്മായിമ്മയുടെ ഈ ഇടപെടൽ. മാനസിക ഇപ്പോൾ അമ്മായിമ്മയുടെ സമ്മർദ്ദത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ വളരെ സന്തോഷവതിയാണ്. പക്ഷേ കാർത്തിക് എന്തിനാണ് അവളോടൊപ്പം കിടക്കാത്തതെന്നും എന്തിനാണ് തനിച്ച് കിടക്കുമെന്നും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. എങ്കിലും ഒരു അവകാശം വേണമെന്നുള്ള അമ്മായിയമ്മയുടെ നിർബന്ധത്തിൽ നിന്നും അവൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതിനെക്കുറിച്ച് മനസ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദിവസം വന്നു ചേർന്നു. കാർത്തിക് ഓഫീസിലേക്ക് പോയതിനു ശേഷം കാന്തമ്മ സോഫയിൽ കാൽമേൽ കാൽ കയറ്റി വെച്ചിരുന്നു. എന്നിട്ട് തൻ്റെ മരുമകളെ വിളിച്ചു. മാനസ തൻ്റെ ചാരിത്തുമ്പിൽ പിടിച്ച് സങ്കോചത്തോടെ അവളെ നോക്കി നിന്നു. കാന്തമ്മ അവളെ തന്നെ തുറച്ചു നോക്കി ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താണ് നിങ്ങൾ തീരുമാനിച്ചത്? അവർ വീണ്ടും ഉറക്കെ ദേഷ്യപ്പെട്ടു. ഇനിയും നീ എന്താണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? നിന്റെ ഭർത്താവ് മുത്തൊരു കുഞ്ഞുണ്ടാകാൻ ഇനിയും എത്ര കാലം നീ ഇങ്ങനെ കളയും? നോക്കി, ഈ മാസം കഴിയുന്നതിന് മുമ്പ് നീ ഗർഭിണിയായില്ലെങ്കിൽ. അമ്മയുടെ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പ് തന്നെ അമ്മേ എന്നൊരു വിളി ഉയർന്നു. കാർത്തിക് തൻ്റെ ഫയൽ മറന്നു വെച്ചത് കൊണ്ട് കാറിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു വന്നതായിരുന്നു. അവൻ അകത്തേക്ക് മാറുന്നത് കണ്ട് മാനസയും കാന്തമ്മയും ഒരുപോലെ മിണ്ടാതായി. എന്താ അമ്മേ പ്രശ്നം? നിങ്ങൾ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി മാനസികമായി വിഷമിപ്പിക്കുന്നത്? കാന്തമ്മ അവനെ വിശ്വസത്തോടെ നോക്കി. നിനക്കറിയില്ലേ, നിന്റെ ഭാര്യ ഗർഭിണിയായി നമ്മുടെ കുടുംബത്തിന് ഒരു അവകാശം തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്താ കൊച്ചുകുട്ടികളാണോ? ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്ന് ഉപദേശങ്ങൾ ചോദിച്ച് എപ്പോൾ ചെയ്യണം എന്ന് കേട്ടതനുസരിച്ച് ജീവിക്കാൻ, എപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് വേണ്ടത് എന്നൊക്കെ ഞങ്ങൾക്കും അറിയാം. കുട്ടികളുടെ കാര്യം പറയുന്നതൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്കും. ദയവ് ചെയ്ത് ഞങ്ങളെ ഇങ്ങനെ നിർബന്ധിപ്പിക്കരുത്. മനസ്സാകെ തകർന്നു പോയി. കാർത്തിക് തൻ്റെ അമ്മയോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ചുറ്റുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നിനക്ക് വല്ല വിവരമുണ്ടോ? പോരെങ്കിൽ നിന്റെ ഭാര്യയെങ്കിലും ഇത് മനസ്സിലാക്കേണ്ടതല്ലേ? മാനസക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മ സംസാരിച്ചു. മാനസ വിഷമത്തോടെ നിന്നു. കാർത്തിക് നിരാശയോടെയും ദേഷ്യത്തോടെയും കണ്ണുകൾ അടച്ചു പിടിച്ചു. പിന്നീട് വീണ്ടും മാനസയുടെ നേരെ നോക്കി പറഞ്ഞു, മാനസ, ദയവ് ചെയ്ത് നീ നമ്മുടെ റൂമിലേക്ക് പോ. അവൾ തലയാട്ടിയിട്ട് അവിടെ നിന്നും പോയി. കാർത്തിക് നിരാശയോടെ തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവൻ ദീർഘദോഷം വിട്ടുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് ചെന്നു. അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണിലേക്ക് ഉറ്റുനോക്കി. അതോടെ അമ്മയുടെ പുരുകങ്ങൾ ചുളുങ്ങി. നമ്മുടെ പുറകിൽ ആരും എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ ക്ഷേമം മാത്രമാണ്. നിങ്ങൾ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് അവൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മളൊക്കെ കൂടെ ഉണ്ടായിട്ടും അവൾ എത്രമാത്രം ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്താണ് കരഞ്ഞതെന്ന് നിനക്കറിയാമോ? അന്ന് രാത്രി താൻ കേട്ട കാര്യങ്ങൾ അവൻ അമ്മയോട് പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പോലുമായില്ല. ആളുകൾ ആവശ്യമില്ലാത്ത പറയുന്ന കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്വന്തം കുടുംബത്തെയാണ് വിഷമിപ്പിക്കുന്നത് എന്ന കാര്യം മറന്നു പോവുകയാണ് അമ്മ. അവൾക്ക് അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ അമ്മ ഇപ്പോൾ അവളെ ശരിക്കും ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അറിയാമോ? അവൾക്ക് അമ്മയെ വന്ന് കാണാൻ പോലും പേടിയാണ്. അത് കേട്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നോട് ക്ഷമിക്കൂ കാർത്തിക്, നീ അത് അവളോട് പറയും. ദയവ് ചെയ്ത് അവളോട് നന്നായി പെരുമാറണം. അവളുടെ മേൽ സമ്മർദ്ദം ചെലുത്തരുത്. അവളും നമ്മുടെ കുടുംബത്തിലെ ഒരംഗമല്ലേ, അല്ലാതെ ആരെങ്കിലും ആണോ? അവർ തലയാട്ടി സമ്മതിച്ചു. അവർ ദീർഘശ്വാസമെടുത്ത് മാനസയുടെ അടുത്തേക്ക് നടന്നു. മാനസ കട്ടിലിൻ്റെ അരികിൽ നല്ല ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു. കാന്തമ്മയെ കണ്ടതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. കാന്തമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ മനസ്സാകെ പകച്ചുപോയി. അവർ കെട്ടിപ്പിടുത്തമിട്ട് മാനസയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ നിന്നെ പലതും പറഞ്ഞ് ചീത്ത വിളിക്കാതെ സാധാരണ ഇതേ ചോദിക്കണമായിരുന്നു. സത്യത്തിൽ നിന്റെ വിഷമം മനസ്സിലാക്കിയപ്പോൾ ഞാനും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നടന്നതും മനസ്സിൽ വെച്ചേക്കരുത്. ദയവായി എന്നോട് ക്ഷമിക്കൂ മാനസ. അത് കേട്ട് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചെറുതായി തലയാട്ടി. കാന്തമ്മ സന്തോഷത്തോടെ മാനസയുടെ നെറ്റിൽ ഉമ്മ വെച്ചിട്ട് പുഞ്ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അല്ല, പെട്ടെന്ന് ഇവർക്കെന്താണ് പറ്റിയത്? അവൾ അത്ഭുതപ്പെട്ടു. അവർ ഇത്രത്തോളം മാറിപ്പോകാൻ മാത്രം കാർത്തിക് അവരോട് എന്താ സംസാരിച്ചത്? അപ്പോഴേക്കും കാർത്തിക്കും റൂമിലേക്ക് വന്നു.
ഇപ്പോഴും ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന അവളെ നോക്കി അവൻ ചിരിച്ചു. കാർത്തിക്, ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത്? വെറും 2 ആഴ്ച മുമ്പ് ജീവിച്ച ജീവിതവും ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ നന്നായിട്ടാണ് നീ ഇപ്പോൾ എന്നോടൊപ്പം കഴിയുന്നത്. പെട്ടെന്ന് അമ്മയും ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. നീ എങ്ങനെയാണ് അമ്മയെ കൊണ്ട് എന്നോട് ഇത്ര സ്നേഹത്തോടെ സംസാരിപ്പിച്ചത്? എന്താണ് കാർത്തിക് ഇവിടെ നടക്കുന്നത്? അവൻ കുറച്ചു മടിയോടെ അവളെ നോക്കി പറഞ്ഞു. ഐ ആം സോറി മാനസ. അവൻ പെട്ടെന്ന് അവളോട് ക്ഷമ ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിന്നുപോയി. നീ ഒറ്റപ്പെടൽ സ്വയം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിന്നോട് തന്നെ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. ഞാൻ നിനക്കെല്ലാമായിരുന്നിട്ടും എത്രയധികം മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യം നീ എന്നോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. നീ എന്നോട് സാധാരണ പോലെ സംസാരിക്കാൻ വരികയാണെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അത് കേൾക്കാൻ തയ്യാറാകാതിരുന്നത്. കാരണം എനിക്ക് എപ്പോഴും ദേഷ്യം കൂടുതലായതുകൊണ്ട് ആ ദേഷ്യം നിന്റെ മേൽ എവിടെയെങ്കിലും തീർത്തു പോകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷെ സത്യത്തിൽ ഞാനൊരു വിഡ്ഢിയാണ്. കമ്പനിയെ നമ്പർ 1 പൊസിഷനിൽ എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചതുകൊണ്ട് ഞാൻ നിന്നെ ശരിക്കും ശ്രദ്ധിച്ചതേയില്ല. പരാജയങ്ങൾ, താഴ്ചകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, പോരാത്തതിന് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള അമ്മയുടെ നിർബന്ധം, ഇതെല്ലാം കാരണം എനിക്ക് നല്ല ദേഷ്യവും മടുപ്പും തോന്നിയിരുന്നു. അതുകൊണ്ട് നീ പറഞ്ഞ കാര്യങ്ങൾ പോലും എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നു. ഞാൻ വെറുമൊരു തലമുറയ്ക്ക് വേണ്ടി മാത്രമാണ് നിന്നോടൊപ്പം ശാരീരികമായി ബന്ധപ്പെടുന്നത് നീ എങ്ങനെയാണ് കരുതിയത്? എന്നാൽ നിന്റെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ എത്രമാത്രം പരാജയപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മേൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഉടനടി മാറണമെന്ന് തീരുമാനിച്ചു. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും എൻ്റെ ഭാഗത്തു ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു മാനസ. അവൻ എല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ വായ പൊളിച്ചുപോയി. പിന്നീട് വികാരഭരിതനായി അവൾ അവൻ്റെ കരയിലൂടെ കൈകൾ കെട്ടിപ്പിടിച്ചു. അവനും അവളെ തിരികെ ചേർത്ത് പിടിച്ച് അവളുടെ തല തൻ്റെ നെഞ്ചോട് ചേർത്തു. താങ്ക്സ് കാർത്തിക്. പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഗർഭം ധരിക്കാൻ കഴിയാത്തെന്നറിയാൻ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം. അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ ഇടയിൽ കയറിപ്പടഞ്ഞു. അങ്ങനെയൊരു ചിന്തയെ നിന്റെ മനസ്സിലേക്ക് വരാൻ അനുവദിക്കരുത്. ആർക്കറിയാം, നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കാം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാനും മാസങ്ങളല്ല ആയുള്ളൂ. നിന്നെ ഇവിടെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല കേട്ടോ. നമുക്കിതിനെക്കുറിച്ച് പിന്നീട് സാവധാനം ആലോചിച്ച് തീരുമാനമെടുക്കാം. അവൾ നിഷ്കളങ്കമായി തലയാട്ടി. അവനും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് അവളുടെ കവിൾ ഒരു ഉമ്മ നൽകി.